ഇന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ. രാവിലെ തന്നെ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ രാവിലെ തന്നെ എണീക്കാന്നൊക്കെ. എന്നാലും അമ്മ രാത്രി പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് ഡ്രസ്സ് ചെയ്യാണ് കേട്ടോ. ഇതാണ് എൻ്റെ കാറ്. ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ കാർ എടുക്കാറുള്ളൂ. അമ്മയും ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ RX100 ബൈക്കും നമ്മളുടെ സ്കൂട്ടി എടുത്തിട്ടാണ് ഞാൻ പോവാറ് കേട്ടോ. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാർ എടുത്തായിട്ടുണ്ട്. കാറിൻ്റെ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് അമ്മയും കൊണ്ട് പോകാൻ കേട്ടോ. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അമ്മനോട് പറഞ്ഞു ക്യാമറ നോക്കല്ലേ എന്ന്. എന്നാലും അമ്മ പിന്നെയും ക്യാമറ നോക്കുകയാണ്. ഒന്ന് പറയാം കേട്ടോ, രാവിലെ തന്നെ എണീച്ചിട്ട് കുളിക്കാനില്ലൊരു മടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മൂഡിലൊരു പോകാനുണ്ടല്ലോ വേറെ തന്നെ ഫീലാണ് കേട്ടോ. ക്ലൈമറ്റ് ആസ്വദിച്ചിട്ട് അമ്പലത്തിലെത്തിയത് അറിഞ്ഞില്ല കേട്ടോ. ഫുള്ളും തിരക്കാണ് ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലമില്ല. എവിടെയൊക്കെയോ വെച്ചു. ഇതാണ് കേട്ടോ നമ്മൾ വന്ന അമ്പലം. ശാസ്ത അമ്പലമാണ് കേട്ടോ. ഇവിടെ പ്രദാനം ചെയ്യുന്ന ശിവനെയും അയ്യപ്പനെയും ആണ് കേട്ടോ. ഇതുപോലെ കണ്ടു. എന്നിട്ട് ഇതാ പ്രാർത്ഥിച്ചു നല്ലപോലെ. എന്നിട്ട് ഇവിടെ ആൽമരമുണ്ട് കേട്ടോ. ഈ ആൽമരത്തിൻ്റെ താഴെ നിൽക്കാൻ വേണ്ടി വേറെ തന്നെ ഫീലാണ് കേട്ടോ. അത് പറയാനേ പറ്റത്തില്ല ആ ഫീല്. എന്നിട്ട് ഞങ്ങൾ പോയപ്പോഴെ തന്നെ ഒരു ബില്ല് ചെയ്തു കേട്ടോ. അപ്പത്തിന് ഇവിടുത്തെ അപ്പം നല്ല മധുരമാണ് കേട്ടോ. അപ്പത്തിൻ്റെ ബില്ല് കൊടുത്തിട്ട് അപ്പം കിട്ടി. അപ്പോൾ അപ്പം കണ്ടപ്പോൾ തന്നെ അതൊരു കഴിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലിങ്ങനെ വന്നുകൊണ്ടുണ്ടായി കേട്ടോ. പിന്നെ അപ്പം ഞാൻ നല്ലപോലെ നോക്കി കേട്ടോ ഞാൻ. അപ്പം പിന്നെന്തോ കരിഞ്ഞ അപ്പമാണോ മൊത്തമായിട്ട് എനിക്ക് കിട്ടിയതെന്ന് ഒരു ഫീൽ വന്നിട്ടോ. അപ്പോൾ തന്നെ അമ്മ പ്രസാദം കൊണ്ടുവന്നു. ഞാൻ നല്ലപോലെ സുന്ദരനായി കുറി വെച്ച് നല്ല സുന്ദരനായിട്ട് പിന്നെ ഞങ്ങൾ അമ്പലം ഇറങ്ങി വന്നിട്ടോ. നേരെ അമ്പലം എവിടെയും പോയാലും ഞങ്ങൾ നേരെ വിട്ടാൽ വരുന്നത് നമ്മൾ വസന്തി വിഹാർ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വന്നിട്ടേ ഞങ്ങൾ ഇനി വീട്ടിൽ പോകത്തുള്ളൂ. ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ വെയിറ്റിംഗ് ആണ്. ഞാൻ എവിടെയെങ്കിലും ഒരു പറയാൻ വെച്ചിട്ട് ഒരു ടോക്കാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഭാര്യൻ്റെ കൂടെ ആയാലും അമ്മൻ്റെ കൂടെ ആയാലും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അവർക്കൊരു ചായ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർ ഓക്കെയാണ്, മനസ്സിലായോ? എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയാണോ ചേച്ചിയാണോ ആരെങ്കിലും കൂടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്കതൊന്നും ഒരു സെറ്റാകത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഫാമിലിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഭാര്യ ആയാലും അമ്മയായാലും ആർക്കെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വരുമ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അവരിൽ നിന്ന്, മനസ്സിലായോ? പറയുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഒന്ന് ലൈഫിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ബായ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഷോപ്പ്, കട്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ ലേറ്റസ്റ്റ് പാർക്കിന് നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്നോട് താറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ. ഇതാകുമ്പോൾ താറ്റാക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.